ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് സാർ വലിയ രീതിയിൽ സംസാരിച്ചിരുന്നു, അതിനെക്കുറിച്ച് വാർത്തകളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ തല തിരിച്ചാണ് വരുന്നത്. ഇപ്പോൾ ആരോപണം ഉന്നയിച്ച ആളെ തന്നെ അറസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു അനന്യ ഭട്ട് എന്ന മകളില്ലാതെ തന്നെ ഇപ്പോൾ പറയുന്നു. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ശരിക്കും ധർമ്മസ്ഥലയിൽ നടക്കുന്നത്? ഈ ധർമ്മസ്ഥലയിൽ നിന്ന് ഇതിനപ്പുറം എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കാറുള്ളത്. ഷിബിലി, ഒരു കാര്യമുള്ളത്, ഞാൻ 2-3 കണക്കുകൾ ആദ്യം പറയാം, എന്നിട്ട് ഞാൻ ഇതിലേക്ക് വരാം. 2014 2015 എൻ്റെ ഓർമ്മ. 2 വർഷത്തെ മാത്രം അവിടുത്തെ മിസ്സിംഗ് കേസുകൾ, ധർമ്മസ്ഥലയല്ല മൊത്തം കർണാടകത്തിൽ തന്നെ മിസ്സിംഗ് കേസുകൾ 24,000-ഓളം വരും. ഈ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി മിസ്സിംഗ് കേസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒന്ന്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ ആൾ, അതായത് ഈ ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞ് 5-6 പേര് വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇതിന് ശേഷം ന്യൂസ് 18 അടക്കം അല്ലെങ്കിൽ മലയാള ചാനലുകളിലടക്കം സ്വന്തം അച്ഛനെ കൊന്നുകളഞ്ഞ ജോയ് എന്ന് പറയുന്ന ഒരാളെ കൊന്നുകളഞ്ഞ കഥയുമായിട്ട് നിരവധി പേർ വന്നിട്ടുണ്ടെന്നറിയാം. മറ്റൊരു കഥ, മറ്റൊരു മലയാളി തന്നെ വന്നിട്ട് അവിടെ ഭാര്യയും ഭാര്യയുടെ അനിയത്തിയുമായി സംസാരിക്കാൻ പോയപ്പോൾ ചില ആളുകൾ വന്ന് ലോഡ്ജിലൂടെ കൈയിട്ട് ഇത് തുറക്കാൻ നോക്കി എന്നുള്ള കഥയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും കുറഞ്ഞ പക്ഷം ഇതെല്ലാം വിട്ടേക്കും, അവിടുത്തെ മിസ്സിംഗ് കേസുകൾ യാഥാർത്ഥ്യമാണല്ലോ. അവിടെ നിന്ന് ഇപ്പം 2 ഡെഡ് ബോഡി അല്ലെങ്കിൽ 3 ഡെഡ് ബോഡി കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. ആ യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പം എന്താ വന്നേക്കുന്നത് ഷിബിലി? ഈ ശുചീകരണ തൊഴിലാളി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ആ വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷം സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവരുടെ മകൾ അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരാൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അവർ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നതാണെന്ന് പറയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഫേക്ക് ആണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതിപ്പോഴല്ല തെളിഞ്ഞത്, നേരത്തെ തന്നെ ഏതാണ്ട് 1.5 ആഴ്ച മുമ്പ് തെളിഞ്ഞൊരു കാര്യമാണ്. അതായത് സുജാത ഭട്ട് എന്ന് പറയുന്ന, അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയില്ലെന്നും ഇവർ ജോലിക്ക് നിന്ന ഒരു വീട്ടിലെ മറ്റൊരു പെൺകുട്ടിയുടെ ഫോട്ടോ അതിനുവേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നും ഇവർ യഥാർത്ഥത്തിൽ ആ സമയത്ത് പറഞ്ഞു കിട്ടുന്നത് CBIയിലെ സ്റ്റെനോഗ്രാഫറാണെന്നാണ്. അപ്പം തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ഒരു 3-4 പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പരതി നോക്കിയപ്പോൾ ഷിബിലി അറിയേണ്ടത് എല്ലാ മാധ്യമങ്ങളും അങ്ങനെ റിപ്പോർട്ട് ചെയ്യണം. അപ്പം പിന്നെ ഞാനത് സംശയിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ കയ്യിൽ CBI ഒന്നും ഇല്ലല്ലോ, നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ അന്വേഷിക്കാൻ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചു. ഞാൻ അവിടെയുള്ള മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇത് വന്നത്. പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള തന്ത്രം എന്തായിരിക്കും എന്ന് ഷിബിലിക്ക് അറിയാമോ? റൺ ബേബി റൺ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും. ആ റൺ ബേബി റൺ എന്ന് പറയുന്ന ഒരു സിനിമയിൽ മറ്റേ സായി കുമാർ എന്ന് പറയുന്ന വില്ലൻ യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ക്രൈം മറച്ചു വെക്കുന്നതിന് വേണ്ടി ചെയ്യുന്നൊരു പണിയുണ്ട്. ആ പണി എന്താണ്? ആ പണി ഈ പറയുന്ന അതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ആ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ പറയുന്ന പോലെ മരിച്ചുപോയ ഒരാൾ അല്ലെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞൊരു ആളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിപ്പിക്കുകയും ആ മരിച്ച ആൾ അങ്ങനെ മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കുകയും ചെയ്തുകൊണ്ടാണ്. അതായത് നേരത്തെ ഇയാൾക്കെതിരെ വന്നിട്ടുള്ള ഒരു വാർത്ത ഇതേ മാധ്യമപ്രവർത്തകരാണ് ചെയ്തത്. അപ്പോൾ ആ മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തി കളവായിട്ടൊരു വാർത്ത ചെയ്തതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? പുതിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ ഇവരുടെ വിശ്വാസ്യത മൊത്തം കളയുന്നു. മനസ്സിലായോ? ആ കളഞ്ഞ പണി ഏതാണ്ട് അതേ പണി തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം. കാരണം അവിടെ ഈ പറയുന്ന 20 ദിവസം കഴിഞ്ഞിട്ടാണ് അന്വേഷണം ആരംഭിക്കാൻ പറ്റിയത്. 20 ദിവസം കഴിഞ്ഞ് അന്വേഷണം ആരംഭിക്കുമ്പോൾ പോലും അവിടെ യഥാർത്ഥത്തിൽ BJPക്ക് ഇത് അന്വേഷിക്കണം എന്നില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന BJP പറയുന്ന അന്വേഷണം ഈ ധർമ്മസ്ഥലയെ ഇത് അപകടപ്പെടുത്താനാണെന്നാണ് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർണാടക മുഴുവൻ വലിയ തോതിലുള്ള പ്രക്ഷോഭം ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം കോൺഗ്രസ്സിന് ഇത് അന്വേഷിക്കണമെന്നില്ലായിരുന്നു. കോൺഗ്രസിൻ്റെ നമുക്കറിയാമല്ലോ, സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയോട് ഇത് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ ദേഷ്യത്തോടു കൂടിയാണ് മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കുന്നത്. മലയാള മാധ്യമങ്ങളെയൊക്കെ കൊണ്ടാണ് അവിടെ ശല്യം ഉണ്ടായത്. അവിടുത്തെ ഒരു മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ് മാധ്യമങ്ങളൊന്നും വലിയ തോതിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴും ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ രണ്ടോളം വരുന്ന ഡെഡ് ബോഡികൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില കഷ്ടങ്ങൾ, മറ്റേ ഡെഡ് ബോഡിയല്ല, മറ്റേ സ്കെൽറ്റൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചില കഷ്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് അന്വേഷിക്കുന്നില്ല. മൂന്നാമത്തത്, ക്ഷേത്രഭൂമിയിലേക്ക് അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഷിബിലി അറിയേണ്ടത് 10 അടിയോളം പുതിയ ചുവന്ന മണ്ണിട്ടത് മൂടിക്കളഞ്ഞേക്കണേ. 10 അടിയോളം പുതിയ മണ്ണിട്ട് അവിടെ മൂടിക്കളഞ്ഞിരിക്കുന്നു. ഇനി ഇതെല്ലാം പോട്ടെ, ഇത് കഴിഞ്ഞിട്ട് ആ ശുചീകരണ തൊഴിലാളി, അതായത് 13ാമത്തെ പോയിന്റിലാണ് അദ്ദേഹം 60-70 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ 60-70 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്നത് ന്യൂസ് 18 എന്ന് മറ്റേ ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ഒരു ഇതിൽ അയാൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. നമുക്കറിയില്ല അത് ശരിയാണോ എന്ന്. അദ്ദേഹം പറയുന്നൊരു കാര്യം,
അവിടെ മണ്ണിൻ്റെ അദ്ദേഹം കുഴിച്ചിട്ട മണ്ണെന്ന് പറയുന്നത് ചുവന്ന മണ്ണാണെന്നും ആ മണ്ണിൻ്റെ ഘടനയിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നും 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ സ്ഥലം തന്നെയാണോ എന്ന് ഞാൻ മറന്നു പോയിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇതൊക്കെ തന്നെ സംഭവിക്കാവുന്ന ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ ഷിബിലി. ഇനി ഞാൻ പറയുന്നത് ഇയാൾ നുണയനാണ്, ഇയാൾ മറ്റൊരു മതക്കാരനാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അതറിയില്ല, അയാൾ ദളിതനായിട്ടുള്ള ഒരാളാണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അയാൾ അവിടെ ഈ അന്വേഷണ സംഘവുമായിട്ട് വലിയ കൂടിച്ചേർന്ന് വലിയ തോതിൽ ഈ പറയുന്ന നമ്മുടെ ഇവിടെ പോയ മാധ്യമങ്ങളൊക്കെ അയാളെ കണ്ടതാണ്. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ. ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ധന്യരാജൻ്റെ ഒരു മാധ്യമം ഇൻ്റർവ്യൂ ചെയ്താണ്. ഇതെല്ലാത്തിനും ശേഷം നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ടല്ലോ ഷിബിലി. ആ ചോദ്യം എന്താണ്? അവിടെ നിന്നുള്ള മിസ്സിംഗ് കേസുകൾ എന്തായി? ഇനി അവിടെ നിന്ന് കിട്ടിയ 1-2 സ്കെലിറ്റൻ ആണെന്ന് തന്നെ വിചാരിക്കും, അതിൻ്റെ കാര്യം എന്തായി? പിന്നെ ഇതിലൊന്നും വലിയ അത്ഭുതമില്ല. ഇത്രയും മറ്റേ മീഡിയ ജാഗ്രതയുള്ള കേരളത്തിൽ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ മണ്ടത്തരമായി പോയി. ഇപ്പം ചില ആളുകൾ നമ്മുടെ വീഡിയോക്ക് ആഴമ പോലും വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് നമ്മളെ തെറ്റിപ്പോയി എന്നുള്ളത്. നമ്മൾ ഒരു തെറ്റലും ഉണ്ടായിട്ടില്ല. ഇവിടെ ഞാൻ ഷിബിലിയോട് തിരിച്ചു ചോദിക്കുന്നു, കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ എല്ലാം തെറ്റിപ്പോയിട്ടില്ല ഷിബിലി? വിതുര പെൺവാണിപ്പം, ഐസ്ക്രീം പെൺവാണിപ്പം, അതുപോലെ തന്നെ സൂര്യകല്ലി, ഇതുപോലെയുള്ള നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. ഈ കേസുകളൊന്നും യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ബാക്കി എല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, പ്രതികൾ എന്ത് ചെയ്തിട്ടില്ല, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല പല വീഡിയോയിലും. റോബിനച്ചൻ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ട. ആ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ കാരണം DNA പരിശോധനയിൽ മറ്റേ കൊച്ചിനച്ഛൻ അയാളാണെന്ന് തന്നെ വെളിവായതുകൊണ്ട് 16 വയസ്സിന് മുമ്പ് പ്രസവിച്ചു, 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ആ പെൺകുട്ടി പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് രക്ഷപ്പെടാൻ പറ്റാതെ പോയത്. അല്ലാതെയുള്ള എല്ലാ കേസുകളിലും പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതുവരെയൊന്നും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നാണോ? ഇനി ഞാൻ ഷിബിലെടുത്ത് മറ്റൊരു ചോദിക്കട്ടെ, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ എത്ര പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കൃത്യമായിട്ട്? യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇനി ഇപ്പം ചില മറ്റേ പ്രോ BJP ഹാൻഡലുകൾ ഇരുന്നിട്ട് പറയുന്നത് കണ്ടാ, ഇപ്പം അന്വേഷണം നടത്തി, ഇപ്പോൾ ഒന്നുമില്ല, കണ്ടില്ലേ ധർമ്മസ്ഥലയിൽ യാതൊരു പ്രശ്നമില്ല, അവിടെ ഒരു കാര്യം ഉണ്ടായില്ല, അവിടുത്തെ ധർമാധികാരി എന്ന് പറയുന്നത് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഒരാളാണ്, അവിടെ എല്ലാം ശുഭപര്യവസാനമായി നിന്നിരുന്നു എന്നുള്ളതാണ്. ശരി, ആയിക്കോട്ടെ. നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു പെൺകുട്ടി നഗ്നയായി ഓടി വരുന്നത് കണ്ടു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള എത്ര ആളുകളെ ഇവർ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്, എത്ര പേര് ഇതിനു വേണ്ടി തയ്യാറായി വന്നിട്ടുണ്ട്. അവിടെയുള്ള സാധാരണക്കാരായ ആളുകളുടെ ഇപ്പോഴുള്ള അഭിപ്രായം എന്താണ്? ഈ ജോയ് എന്ന് പറയുന്ന ഇടുക്കിയിൽ നിന്ന് പിന്നീട് കണ്ണൂർ എത്തുകയും അവിടെ ചെല്ലുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾ മരിച്ചു പോയിട്ടുണ്ടല്ലോ, അവരുടെ മകൻ്റെ വൈറ്റുണ്ടല്ലോ. അപ്പോൾ ഇത് മുഴുവൻ ശരിയല്ല. പിന്നെ ഇത് തെളിയിക്കപ്പെടും എന്ന് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ പറയേണ്ടത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചാനൽ നടത്തുമ്പോൾ അതെൻ്റെ ഉത്തരവാദിത്തമാണെന്ന് വിചാരിച്ച് മാത്രമാണ് ഷിബിലി പറഞ്ഞത്. ഇനി ഞാനൊരു കാര്യം ഷിബിലിയോട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ കേരളത്തിലെ രാഷ്ട്രീയ കേസുകൾ ഒരുപാടുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കേസാണല്ലോ TP ചന്ദ്രശേഖരൻ്റെ കേസ്. KK രമയെ ഞാൻ അവിടെ വടകരയിൽ ചെന്ന് കണ്ട് ഇൻ്റർവ്യൂ എടുത്ത ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര പ്രശ്നത്തിലായി പോയതാണ് KK രമയെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ. യഥാർത്ഥത്തിൽ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാളെ 51 വെട്ട് മുഖത്ത് വെട്ടിയാണ് കൊല്ലുന്നത്. അത് ഈ പറയുന്ന ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കുഞ്ഞൻ നരേന്ദ്രനും അതുപോലെ ട്രൗസർ മനോജും കിർമാണി മനോജും മറ്റേ ഇവരൊക്കെ കൂടി ചെയ്തതാണോ? വേറെ ഗൂഢാലോചന ഒന്നും അതിൻ്റെ പുറകിലില്ലേ? ഇല്ലേ? നിങ്ങൾ പറയണത് ധർമ്മസ്ഥലയിൽ ഒന്നും കണ്ടെത്തിയില്ല, അതുകൊണ്ട് ഗൂഢാലോചന ഇല്ല, കോടതി എന്ത് ചെയ്യുന്നു, ശിക്ഷിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ ഓക്കെ. ഇനി അയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു, അയാളെ ഇതിൽ നുണ പറഞ്ഞാന്ന് പറയുന്നു, എങ്കിൽ അയാളെ ശിക്ഷിക്കുന്നേ. ഞാൻ പറഞ്ഞത് ശുചീകരണ തൊഴിലാളിയെ നിങ്ങൾ ശിക്ഷിക്കും. എൻ്റെ ബേസിക് പ്രശ്ന ഉത്തരവുള്ള ഷിബിലി, ആ സ്ഥലത്ത് ആളുകൾ ഈ പറയുന്ന പോലെ മോക്ഷം കിട്ടാൻ വേണ്ടി അവിടെ വന്ന് മരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ ആ മരിക്കുന്നതിനേക്കാൾ അസ്വാഭാവികമായ മരണങ്ങൾ അവിടെ നിരവധി നടന്നിരുന്നു. ഇനി അങ്ങനെ ആരെങ്കിലും വന്ന് ഇപ്പോൾ നാളെ ഷിബിലി അറിയേണ്ടത് എറണാകുളത്ത് വന്നിട്ടോ ഷിബിലിയുടെ വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്താൽ പോലും പോലീസ് കേസെടുക്കുകയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് പോലീസാണ് ആത്മഹത്യ എന്ന് പറഞ്ഞ് എഴുത്തള്ളാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒന്നുമല്ലാതെ ഈ പറയുന്ന നിരവധി മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചിട്ടിരുന്നു. ആ കുഴിച്ചിട്ടിട്ട് ഇയാൾ കൈ കഴുകാൻ വേണ്ടി അതുപോലെ മറ്റേ ഇതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഉപകരണങ്ങളൊക്കെ കഴുകാൻ വേണ്ടി സ്വന്തം വീട്ടിൽ വന്നിരുന്നു എന്ന് പറഞ്ഞൊരു സ്ത്രീ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇതേതാണ്ട് 10-50 പേര് ഇതുപോലെ മൊഴി കൊടുത്തേക്കുന്ന ആളുകൾ, ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റേ ആക്ഷൻ കമ്മിറ്റി, ഇത്തരത്തിലുള്ള എല്ലാവരും ഇത് വ്യാജമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണോ? ആണെങ്കിൽ ഇവർക്കെതിരെല്ലാം നടപടി എടുക്കണം. അങ്ങനെ നമ്മൾ നടപടി കാണുന്നില്ല. ഒരൊറ്റ കാര്യമുള്ള ഷിബിലി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റൺ ബേബി റണ്ണിലെ പണി പോലെ യഥാർത്ഥത്തിൽ ഇപ്പോൾ സുജാത ഭട്ടിൻ്റെ കേസ് ഫേക്കാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊന്നും സംശയമില്ല.
എനിക്ക് ആ കാര്യത്തിൽ സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇവർ CBIയിൽ ഒരു സ്റ്റെനോഗ്രാഫർ ആണെന്ന് പറയുന്ന ഒരു കാര്യം തിരിച്ചേർക്കുമ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് നേരത്തെ തന്നെ പരാതി കൊടുക്കാമായിരുന്നു. പക്ഷെ ഞാൻ ഷിബിലിയോട് പറഞ്ഞു, ഞാനൊരു 10-20ഓളം മാധ്യമങ്ങൾ സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യം കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പോലീസ് കമ്മീഷണർ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ CBIയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ പരാതി കൊടുക്കാതിരിക്കും, അങ്ങനെയല്ല. അപ്പോൾ ഞാനത് അന്വേഷിച്ചു. യഥാർത്ഥത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന പണിയാണിത്. ഇപ്പം നിങ്ങൾക്കെതിരെ ഒരു ആരോപണം വരുന്നു, ഇപ്പോൾ ഷിബിലിക്കെതിരെ അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു ആരോപണം വരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ വലിയ സാമ്പത്തികവും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ മറ്റൊരു ഫേക്ക് ആരോപണം കൂടി ഉന്നയിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, അത് തെറ്റാണെന്ന് ഞാൻ പൊളിച്ച് കാണിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ എനിക്കെതിരെ ഇനി വേറെ ആരോപണം ഉന്നയിച്ചാൽ അത് ഗൗരവത്തിൽ എടുക്കൂല. ഗംഭീരമായ പ്ലാനാണിത്. ഈ കേരളത്തിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ അടക്കം തകർക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ പലതും നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായോ? അതുകൊണ്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ്, അവിടെ കണ്ടുപിടിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നതെങ്കിൽ നേരെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരു ഗൂഢാലോചന ഉണ്ടായില്ലെന്ന് നമ്മൾ വിശ്വസിക്കണം. ഏത് ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കിർമാനി മനോജും പ്രൊഫസർ മനോജും കൊടിസുനിയൊക്കെ കൂടി വെറുതെ ഒരു ദിവസം എന്ത് ചെയ്തു, TP ചന്ദ്രശേഖരനെ കൊല്ലാൻ തീരുമാനിച്ചു. അതാണ് ശരി? അതാണാ? ആരോടാണ് ഈ പറയണത്? എനിക്ക് KT ജയകൃഷ്ണൻ വധക്കേസിലും ഈ BJPക്കാർ പറയണം വേറെ ഗൂഢാലോചന ഒന്നും ഉണ്ടായില്ല, ആ വന്നവർ പെട്ടെന്ന് ഒരു ദിവസം സ്കൂളിൽ വന്ന് എന്ത് ചെയ്ത് വെട്ടിക്കൊന്നിട്ട് പോയി എന്ന് പറയാൻ പറ്റുമോ? അല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത്, കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ കർണാടകത്തിൽ ഇത് ഈസിയായി സംഭവിക്കും. എന്താ കാര്യമുള്ളത്? കോൺഗ്രസ് ഇവരുടെ ഒപ്പമല്ല. മരിച്ചുപോയ പെൺകുട്ടികൾ ഹിന്ദുക്കൾ പോലും അല്ല ഈ പറയുന്ന BJPക്കാർക്ക്. അതാണ് എനിക്ക് പ്രശ്നമുള്ളത്. മരിച്ചുപോയ പെൺകുട്ടികൾ മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. മനസ്സിലായി? കാണാതായ പെൺകുട്ടികളിലും അവരുടെ അച്ഛനമ്മമാരൊക്കെ ഹിന്ദുക്കളാണ്. അവർക്ക് വേണ്ടി പാവപ്പെട്ട സ്വന്തം സമുദായത്തിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അഭയ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടു. അപ്പം അഭയക്കൊപ്പമുള്ള ആളുകൾ നിന്ന് ആണോ? ജോവൻ പുത്തമ്പുരകളൊക്കെ വലിയ നീണ്ട പോരാട്ടം നടത്തിക്കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ, എന്നിട്ട് അത് അട്ടിമറിക്കാൻ വേണ്ടി ഇതുവരെ പരിശ്രമിച്ചു. ഫ്രാങ്കോ മുളക്കൽ കേസിന് എന്താണ് സംഭവിച്ചത്? അപ്പം അതുകൊണ്ട് ഇത് നേരെ അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ BJPക്ക് വേണ്ട, കോൺഗ്രസിന് വേണ്ട, മറ്റ് ജനതാദളിന് വേണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും എന്ത് ചെയ്യണ്ട, ഇത് തെളിയണമെന്നോ ഇത് അന്വേഷിക്കണമെന്നോ ഒരു താല്പര്യവും ഇല്ല. അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് BJP പോലും ഒന്ന് ആലോചിച്ച് നോക്ക്, കോൺഗ്രസ് മടിച്ച് നാണിച്ചൊരു അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അത് നാഷണൽ മീഡിയയുടെ ഒക്കെ വലിയ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് നേരെ BJP എപ്പോഴും സമരം ചെയ്യുന്നു, ഈ അന്വേഷണം തെറ്റാണെന്ന് പറഞ്ഞു. പീഡിപ്പിക്കാനും ആ ധർമ്മസ്ഥലയിലെ മറ്റേ ടെമ്പിൾ തകർക്കാനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, സമരം ചെയ്യുന്നു. പിന്നെ എങ്ങനെ തെളിയുമെന്ന് ഷിബിലി പറയണം? മാധ്യമങ്ങൾ മുഴുവൻ അപ്പുറത്തെ സൈഡ് നിൽക്കുന്നു, എങ്ങനെ തെളിയും? അതുകൊണ്ട് ഇത് തെളിഞ്ഞില്ല, അതുകൊണ്ട് ഭയങ്കര വിഷയമായി പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ മതി, ഈ മറ്റേ മിസ്സിംഗ് ആയ ആളുകളൊക്കെ എന്ത് ചെയ്തോ, കാശിക്ക് പോയോ? പറ ഷിബിലി.